നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ പാർട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്, എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ശരിക്കും നടക്കുന്ന പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കാനായിട്ട് പറ്റുക, നമുക്ക് സെൽഫായിട്ട് ലേൺ ചെയ്യാൻ പറ്റുമോ, അതോ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ജോയിൻ ചെയ്യണോ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏതാണ് നമുക്ക് ബെറ്റർ, ആൻഡ് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ AI റീപ്ലേസ് ചെയ്യോ, ഈ ഒരു AI കാലത്ത് ഗ്രാഫിക് ഡിസൈനിങ്ങിന് സ്കോപ്പ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വരുത്തി കഴിഞ്ഞു. സോ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. അതായത് ഈ ഒരു കോഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്, തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ എന്തെല്ലാം പാർട്ടുകളാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു കോഴ്സിനെ 4 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻറ്റൽസ് ആയിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ടൂൾസ് മാത്രം പഠിച്ചാൽ പോരാ. ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാനായിട്ട് അഫ്കോഴ്സ് നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. ബട്ട് നമുക്ക് ടൂൾസ് മാത്രം പഠിച്ചാൽ മതിയോ? ആ ഒരു ടൂൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണ്ടേ. അതായത് നമുക്ക് കുറച്ച് തിയറി പാർട്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈനർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻറ്റൽസ് 1 by 1 ആയിട്ട് ഈച്ച് വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻറ്റൽസ് അടങ്ങുന്ന ഒരു തിയറി പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടൂൾസിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ കോമൺലി 3 സോഫ്റ്റ്വെയർസാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അഡോബി ഫോട്ടോഷോപ്പ്, അഡോബി ഇല്ലുസ്ട്രേറ്റർ, അഡോബി ഇൻഡിസൈൻ. അഡോബി എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് എൻ്റർപ്രൈസിന് കീഴിൽ വരുന്ന ഈ ഒരു 3 സോഫ്റ്റ്വെയറാണ് ഒട്ടുമിക്ക ഡിസൈനേഴ്സും ഏജൻസീസും കാര്യങ്ങളൊക്കെ ഇന്ന് കോമൺലി ഡിസൈൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്തായാലും അവൻ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള അഡോബി ഫോട്ടോഷോപ്പ് ആൻഡ് അഡോബി ഇല്ലുസ്ട്രേറ്റർ ആയിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അഡോബി ഇൻഡിസൈനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ബട്ട് മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ബ്രോഷേഴ്സ്, അങ്ങനെ ഒരുപാട് പേജസ് കാര്യങ്ങളൊക്കെ വരുന്ന ലേഔട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ അഡോബി ഇൻഡിസൈൻ യൂസ് ചെയ്യുക. സോ അത്തരത്തിലുള്ള ഒരു റിക്വയർമെൻറ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം അത് പഠിച്ചാൽ മതി. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ കറൻറ്റ്ലി അവൈലബിൾ ആണ്. സോ അത് ആവശ്യമുള്ളവർക്ക് അത് സെപ്പറേറ്റ് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു ഡിസൈനർക്ക് ബേസിക് ആയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 2 സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അഡോബി ഇല്ലുസ്ട്രേറ്റർ ആൻഡ് അഡോബി ഫോട്ടോഷോപ്പ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂൾസിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്യൂട്ടോറിയലോ കാര്യങ്ങളോ ആയിരിക്കില്ല. ബട്ട് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ ഇന്ന് നമുക്ക് കറൻറ്റ്ലി ആവശ്യമായിട്ടുള്ള വർക്കുകൾ ഒരു A to Z ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് നമ്മൾ അഡോബി ഫോട്ടോഷോപ്പ് നമ്മൾ പഠിക്കും. അതിൽ നമുക്ക് ഓരോ വർക്കുകളും A to Z കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് A to Z നമുക്ക് ആ ഒരു വർക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷ് വരെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഓരോ എപ്പിസോഡ് വൈസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. ഓക്കെ, ദെൻ നമ്മൾ ഇല്ലുസ്ട്രേറ്ററും ഓരോ വർക്ക് ബൈ വർക്കായിട്ട് A to Z ആ ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ദെൻ നമ്മുടെ തേർഡ് പാർട്ടിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡിസൈൻ പ്രിൻസിപ്പിൾസ് പഠിച്ചു, തിയറീസ് പഠിച്ചു, ആൻഡ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ടാവുക പോർട്ട്ഫോളിയോ മേക്കിംഗ് ആണ്. ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ഡിസൈനേഴ്സും മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഡിസൈൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോനെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള പോർട്ട്ഫോളിയോ മേക്ക് ചെയ്തിട്ട് ഒരു ജോബ് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് പ്രൊജക്റ്റ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. ദെൻ നമ്മൾ ഫോർത്ത് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്. നിങ്ങൾ പലപ്പോഴായിട്ട് മീഡിയാസിൽ നിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഇൻഡസ്ട്രിയിൽ, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സോ നമ്മളൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്, എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാം, എങ്ങനെ അത് ത്രൂ നമുക്ക് ക്ലയൻസിനെയും മറ്റു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോർത്ത് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. സോ ഈ ഒരു ലേണിംഗ് ജേണിയുടെ പാർട്ടാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. നിങ്ങളുടെ സറൗണ്ടിങ്സിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ വീക്ക്ലി 1 വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ പാർട്ടാവാനായിട്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടാവാനായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി കൂടുതൽ അടിപൊളിയായിട്ട് ഈ ഒരു കോഴ്സ് മുമ്പോട്ട് പോകാനായിട്ട് നമുക്കതൊരു മോട്ടീവായിട്ട് മാറും. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട്, അതായത് കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പൽ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.